നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതത്തിന് വൻ ഭീഷണി ഉയർത്തി യമനിലെ ഹൂത്തി ഭീകരന്മാർ. തെക്കൻ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നികുതി ഏർപ്പെടുത്താൻ ഹൂത്തികൾ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. സൗദി അറേബ്യക്കെതിരെ സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹൂത്തികളുടെ ഈ നീക്കം. ഇതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 5% കുതിച്ചുയർന്നു. ചെങ്കടലിനെയും ഏഡൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ബാബ് അൽ മന്ദേബ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഭൂരിഭാഗം കപ്പലുകളിൽ നിന്നും തുക ഈടാക്കാനാണ് ഹൂത്തികൾ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെയുള്ള ഗതാഗതത്തിന് ഫീസ് ഈടാക്കുന്നത് സാധാരണ സംഭവമാക്കുക, യുഎസും സഖ്യകക്ഷികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നിവയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് പ്രാദേശിക നയതന്ത്ര വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇറാന്റെ പിന്തുണയോടെയാണ് ഹൂത്തികളുടെ പുതിയ നീക്കമെന്നാണ് വിവരം. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയതൊള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ജൂലൈയിൽ ടെഹ്റാനിലെത്തിയ ഹൂത്തി പ്രതിനിധികളുമായി ഇറാൻ അധികൃതർ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ബാബ് അൽ മന്ദേബിലൂടെയുള്ള ഗതാഗതത്തിന് നികുതി നിശ്ചയിക്കുന്നതിനായി പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ഇറാനിയൻ ഉപദേശകർ ഹൂത്തികൾക്ക് വഴിനടത്തൽ നൽകുന്നുണ്ട്. അതേസമയം ചൈനീസ് കപ്പലുകളെ ഈ നികുതിയിൽ നിന്നും ഒഴിവാക്കാനും തീരുമാനമുണ്ട്. ഹൂത്തികളുമായി നേരിട്ട് ചർച്ച നടത്തിയ ചൈന തങ്ങളുടെ എണ്ണക്കപ്പലുകൾക്ക് ആക്രമണം കൂടാതെ കടന്നു പോകാനുള്ള ഉറപ്പും നേടിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് മേൽ തുക ചുമത്തുന്നത് ഗൾഫ്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കടുത്ത എതിർപ്പിനിടയാക്കും. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പ്രാദേശിക കൂട്ടായ്മയ്ക്ക് കൈമാറാനും കപ്പലുകളിൽ നിന്നും സ്വമേധയാ ഫീസ് ഈടാക്കാനുമുള്ള ഒമാന്റെ മധ്യസ്ഥതയിലുള്ള നിർദ്ദേശം ഇറാൻ തള്ളിക്കളഞ്ഞു. ഇതോടെ മാസങ്ങളായി ഗൾഫ് മേഖലയിലെ വ്യാപാരം നിശ്ചലമാക്കിയ തർക്കത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷ മങ്ങി. ഹോർമൂസിന് പകരമായി സൗദി ഉപയോഗിച്ചിരുന്ന ബാബ് അൽ മന്ദേബ് കൂടി അടഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണക്ഷാമം രൂക്ഷമാകും. ബാബ് അൽ മന്ദേബ് ഒഴിവാക്കി ഏഷ്യയിലേക്കുള്ള കപ്പലുകൾ വടക്കൻ ചെങ്കടലും സ്യൂയസ് കനാലും ആഫ്രിക്കൻ ഭൂഖണ്ഡവും ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നാൽ യാത്രയ്ക്ക് 50 ദിവസത്തോളം വേണം. സാധാരണഗതിയിൽ ഇത് 16 ദിവസം മാത്രമാണ്. യാത്രാ സമയത്തിനും ഇന്ധന ചെലവിനും ഉണ്ടാകുന്ന ഈ ഭീമമായ വർധനവ് ആഗോള സാമ്പത്തിക രംഗത്തെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും. അതിനിടെ മേഖലയിൽ അമേരിക്കയും സൗദി അറേബ്യയും സംയുക്തമായി തിരിച്ചടി ശക്തമാക്കിയിട്ടുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ അമേരിക്കയും സൗദി വ്യോമസേനയും ചേർന്ന് കടുത്ത ആക്രമണം നടത്തി. ചൊവ്വാഴ്ച രാത്രി നടന്ന മിന്നലാക്രമണത്തിൽ 20ഓളം ഷിയ സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ സേനയ്ക്കും സൗദിയുടെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണം നടത്താൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിർദ്ദേശം നൽകിയ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. വടക്കൻ ഇറാഖിലെ ദിയാല പ്രവിശ്യ അടക്കം ശക്തമായ വ്യോമാക്രമണമാണ് അവിടേക്ക് അമേരിക്ക അഴിച്ചുവിട്ടത്. 5 മാസമായി തുടരുന്ന യുദ്ധം ഇതോടെ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. 2023 നവംബറിൽ ഗസ യുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഹൂത്തികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെയാണ് ആക്രമണങ്ങൾക്ക് താൽക്കാലിക ശമനമായത്. എന്നാൽ കഴിഞ്ഞ വാരത്തിൽ സൗദി തുറമുഖമായ ജിസാനിലെ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം സംഭവിച്ചിരുന്നു. ഇതിന് ഉത്തരവാദിത്തം ഹൂത്തികൾ ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ 2024 കടലാക്രമണങ്ങളുടെ സമയത്തും ഹൂത്തികൾ കപ്പലുകളിൽ നിന്നും വൻതുക സുരക്ഷിത പാതയ്ക്കായി കൈപ്പറ്റിയിരുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ പാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു.